അങ്ങനെയാണെങ്കിൽ CPM നേതാക്കന്മാരെ, CPMന്റെ പ്രവർത്തകരെ കൊല ചെയ്യാൻ നേതൃത്വം RSSന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുപോയ RSS നേതാവിനെ ഈ പിണറായി വിജയൻ മാലയിട്ട് കണ്ണൂരിൽ സ്വീകരിച്ചല്ലോ. അപ്പൊ എവിടെ പോയി ഇദ്ദേഹത്തിന്റെ ഈ ബാബറി മസ്ജിദിന്റെ രാഷ്ട്രീയവും ഈ മതേതര രാഷ്ട്രീയവും? കണ്ണൂരിൽ RSS CPM നേതാക്കന്മാരെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത, അവരുടെ കൊല്ലാൻ നേതൃത്വം, ഒരു കാലത്ത് CPM RSS സംഘർഷം ഉണ്ടായിരുന്ന കാലത്ത് ഒരു വശത്ത് നിന്ന് RSSന് നേതൃത്വം കൊടുത്ത ഒരു നേതാവിനെ CPMലേക്ക് മാലയിട്ട് സ്വീകരിച്ചല്ലോ. അന്ന് എവിടെ പോയി ഇദ്ദേഹത്തിന്റെ ആദർശം? പറയുമ്പോൾ ഒന്ന് ഓർത്ത് പറഞ്ഞാൽ നന്നായിരിക്കും, ഇല്ലെങ്കിൽ ഈ സ്വന്തം ബുദ്ധിമുട്ട് പുറത്താവും. ഇപ്പൊ BJP വിട്ട് കോൺഗ്രസിൽ ഒരാൾ ചേർന്ന CPMന് സഹിക്കൂല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും ആളുകൾ വരും. വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട്, ഈ ദുർഭരണത്തിന്റെ രാഷ്ട്രീയം വിട്ട്, ഈ ജീർണതയുടെ രാഷ്ട്രീയം വിട്ട് ഒരുപാട് പേര് വരും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത്, ചേവായൂരിൽ ഇന്നലെ നടന്നത് സഹകരണ ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ്. അതിന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു. 5000-ഓളം ആളുകളെയാണ് വോട്ട് ചെയ്യാൻ വന്നവരെ ആട്ടിയോടിച്ചത്. 3000-ഓളം പേർ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി CPM ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ക്രിമിനലുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വോട്ട് ചെയ്യാൻ വന്ന 5000-ഓളം ആളുകളെ ആട്ടിപ്പായിച്ചു. ക്രൂരമായ മർദ്ദനമാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരും വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു ബാങ്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഒരു കാലത്തും ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്ന കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ സംരക്ഷിക്കണം എന്ന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ ഗുണ്ടകളെ ഉപയോഗിച്ചും പിടിച്ചെടുക്കാൻ, ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, സഹകരണ രംഗത്ത് ഈ സർക്കാരിനുള്ള മുഴുവൻ പിന്തുണയും ഞങ്ങൾ പിൻവലിക്കുന്നു. ഒരു കാര്യത്തിലും ഇനി സർക്കാരുമായി യോജിച്ച് സഹകരണ രംഗത്ത് ഞങ്ങൾ പ്രവർത്തിക്കില്ല. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ബാങ്കുകളിൽ ഞങ്ങളുടെ അനുഭാവികളായ ആളുകളുടെ നിക്ഷേപങ്ങൾ തുടരണോ എന്നുകൂടി ഞങ്ങൾ ഗൗരവതരമായി ആലോചിക്കും. ഇപ്പൊ തന്നെ പത്തനംതിട്ടയിൽ 18 മുതൽ 21 ബാങ്കുകൾ വരെയാണ് CPM പിടിച്ചെടുത്തത്. ആ ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ അറിയാം. വലിയ സാമ്പത്തികമായ പ്രയാസങ്ങളിലേക്ക് ആ ബാങ്കുകൾ കൂപ്പുകുത്തുകയാണ്. അപ്പോൾ സഹകരണ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് വലിയ വായിൽ നിലവിളിക്കുകയും ഗുണ്ടകളെയും ക്രിമിനലുകളെയും പോലീസിനെയും ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പുകയും ചെയ്യാം. ഞങ്ങളിതിനെ നിയമപരമായും ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നേരിടും. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ബാങ്കുകൾ മുന്നോട്ട് പോകണമോ എന്ന്, അവിടെ നിക്ഷേപം തുടരണമോ എന്ന് ഞങ്ങളുടെ അനുഭാവികൾക്ക് നിർദ്ദേശം കൊടുക്കണോ എന്നുള്ള കാര്യം പോലും ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി ആലോചിക്കും.